ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്നാണ് പരിഗണിക്കുക. സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണെന്നാണ് SIT പറയുന്നത്. കസ്റ്റഡി ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും SIT പറയുന്നു. ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേരും. അതുപോലെ കൊച്ചിയിൽ നിന്ന് S ജയശ്രീയുടെ കാര്യം പറയാൻ റാഫി കരീം ചേരുന്നുണ്ട്. ആദ്യം പത്മകുമാറിൻ്റെ വിഷയത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. റിനു ശ്രീധർ, ശരിക്കും ഈ പത്മകുമാറാണ് ഈ കലാപരിപാടിയിലെ മുഖ്യ സൂത്രധാരൻ എന്ന വിവരം SIT മറച്ചു വയ്ക്കുന്നില്ല. എന്താണ് കൂടുതൽ നമുക്കറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് SKN. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ സൂത്രധാരൻ എ പത്മകുമാർ തന്നെ എന്നുള്ള ഒരു കാര്യമാണ് SIT ആവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട് SIT പത്മകുമാറിന് വേണ്ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ. അതേസമയം എ പത്മകുമാർ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും SIT മുന്നോട്ട് വയ്ക്കുന്ന വാദം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനയുടെയും മുഖ്യ സൂത്രധാരൻ ഈ എ പത്മകുമാറാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി വേണമെന്നാണ്. പക്ഷേ കസ്റ്റഡി നേരത്തെ തന്നെ എടുത്ത സാഹചര്യത്തിൽ കസ്റ്റഡി എല്ലാ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾക്കും കൃത്യമായി സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വിട്ടു നൽകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് എ പത്മകുമാറിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം. പക്ഷേ ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ശബരിമലയിൽ എത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കൊല്ലത്ത് കോടതിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധം കണക്കിലെടുത്ത് എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങുകയാണെങ്കിൽ എ പത്മകുമാറിന്റെ വീട്ടിലെത്തിച്ചായിരിക്കും ആദ്യമായി തെളിവെടുപ്പ് നടത്തുക. കാരണം ഈ വീട്ടിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആദ്യ ഗൂഢാലോചന നടന്നത് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. വിദേശത്തടക്കം പോയിട്ടുണ്ട് എന്നുള്ള വിവരവും SITക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് പാസ്പോർട്ട് അടക്കം കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് SIT പോയത്. എന്തായാലും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിൽ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രീതിയിലുള്ള കടുത്ത നടപടികളിലേക്കാണ് SIT നീങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.